ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എൻ്റെ വാട്സപ്പ് നിറച്ച് ഇപ്പോൾ പല ആളുകളും ആശങ്കകൾ പങ്കുവയ്ക്കുകയാണ്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾ, പ്രത്യേകിച്ചും കുട്ടികൾക്കിടയിലുള്ള അക്രമങ്ങൾ, അതിനെക്കുറിച്ച് തന്നെയാണ് ആളുകൾ പ്രതികരിക്കുന്നത് വാട്സപ്പിലൂടെ. ഇത് കേരളം തന്നെയാണോ എന്ന് ആശങ്കപ്പെടുന്ന ആളുകൾ ഒരുപാടാണ്. അതുമാത്രവുമല്ല, ഇങ്ങനെ പോയാൽ കേരളം എവിടെ ചെന്ന് നിൽക്കും എന്ന് ആശങ്കപ്പെടുന്ന ആളുകളുമുണ്ട്. അതേസമയം അവർ ചില ചിത്രങ്ങളൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിലുണ്ടായ വ്യത്യസ്തമായ സംഭവങ്ങളിൽ, വിദ്യാർത്ഥികൾ അക്രമ സംഭവങ്ങളിൽ ഏർപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള തലത്തിലേക്ക് അത് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശങ്കപ്പെടുന്ന സാഹചര്യം തന്നെ കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് നാം തിരിച്ചറിയുന്നു. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം ആരംഭിക്കുകയാണ്. കൊച്ചി വൈറ്റിലയിലെ ചന്ദർകുഞ്ഞ് ആർമി ഫ്ലാറ്റ് ടവറുകൾ പൊളിച്ച് പുതിയ നിർമ്മിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. മരട് ഫ്ലാറ്റ് പൊളിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. അതേപോലൊരു സംഭവം കൊച്ചിയിലെ വൈറ്റിലയിൽ നടക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. താമസക്കാരെ എത്രയും വേഗം ഒഴിപ്പിക്കണമെന്ന് കോടതി പറഞ്ഞു. ഒഴിപ്പിക്കുന്നവർക്ക് വാടക ഇനത്തിൽ പണം കൊടുക്കണം. ഇതിനായി എറണാകുളം ജില്ലാ കളക്ടർ 2 ആഴ്ചയ്ക്കുള്ളിൽ സമിതി രൂപീകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ശ്യാംകുമാർ നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ശ്യാം, എപ്പോഴാണ് കോടതി വിധി ഉണ്ടായത്? എന്താണ് ഈ ഫ്ലാറ്റ് പൊളിക്കാനുള്ള കോടതി വിധി വരാൻ കാരണം? ഇതിൻ്റെ പശ്ചാത്തലം എന്താണ്? എത്ര ആളുകൾ അവിടെ താമസമുണ്ട്? കഴിഞ്ഞ കുറച്ചധികം നാളുകളായി നടന്ന നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇന്ന് ഹൈക്കോടതിയുടെ സുപ്രധാനമായ വിധി വന്നിരിക്കുന്നത്. കാരണം ഈ ഫ്ളാറ്റുകളുടെ നിർമ്മാണം ശരിയായ രീതിയിലല്ല. താമസക്കാർക്ക് ഇവിടെ താമസിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഫ്ളാറ്റിൻ്റെ മുകൾ തട്ടിൽ നിന്ന് ഭാഗങ്ങൾ കോൺക്രീറ്റ് ഉൾപ്പെടെ അടർന്നു വീഴുന്നു, തലയിലേക്ക് ഉൾപ്പെടെ വീഴുന്നു. അങ്ങനെ നിരവധി പരാതികളാണ് നിർമ്മാണത്തെക്കുറിച്ച് ഉയർന്നിരുന്നത്. ഇത് കേസാവുകയും പിന്നീട് ഹൈക്കോടതിയിലേക്ക് എത്തുകയും ചെയ്തു. പരാതിക്കാർ കൃത്യമായി ഹൈക്കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതോടെയാണ് ആർമി വെൽഫെയർ ഹൗസിംഗ് സൊസൈറ്റിയുടെ ഈ ഫ്ളാറ്റിലെ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ചന്ദ്രകുഞ്ച് എന്ന് പറയുന്ന ഈ ഫ്ളാറ്റിലെ BC ടവറുകൾ പൊളിക്കണം എന്നുള്ളത് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ നീണ്ട ഒരു നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇന്ന് ഹൈക്കോടതിയിലെ വിധി വൈകുന്നേരം വന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒഴിപ്പിക്കുന്നവർക്ക് വാടക ഇനത്തിൽ പ്രതിമാസം പണം നൽകണം. അതിനു പുറമെ ടവറുകൾ പൊളിച്ച് പുതിയത് നിർമ്മിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. SKN പറഞ്ഞ പോലെ തന്നെ മരടിലെ ഫ്ളാറ്റുകൾ പൊളിച്ച സമാനമായ സാഹചര്യം കൊച്ചിയിൽ വീണ്ടും ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ആ വിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇക്കാര്യങ്ങൾ തീരുമാനിക്കാൻ 2 ആഴ്ചക്കകം എറണാകുളം ജില്ലാ കളക്ടർ ഒരു യോഗം വിളിച്ചു കൂട്ടണം, സമിതി രൂപീകരിക്കണം, അക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കണമെന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. ഏതായാലും ഈ ടവർ, അത് 3 ടവറുകളാണ് ഈ ഫ്ളാറ്റിലുള്ളത്. അതിലെ BC എന്നീ ടവറുകൾ, നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഫ്ളാറ്റിൻ്റെ മുന്നിലാണ്. ഇതിന് പുറകുവശമുള്ള ആ 2 ടവറുകളാണ് പൊളിച്ചു നീക്കേണ്ടത്. അത് നിർമ്മാണത്തിലെ പോരായ്മകൾ മൂലം മനുഷ്യർക്ക് താമസിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പരാതിക്കാർ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഇതിൽ ആരായിരുന്നു പരാതിക്കാർ? എന്തായിരുന്നു അവർ ആ പരാതിയിൽ പറഞ്ഞിരുന്നത്? നമുക്ക് അതിനെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? SKN ഈ ഫ്ളാറ്റിലെ താമസക്കാർ, അതായത് വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരും അവരുടെ കുടുംബങ്ങളും അടക്കമുള്ളവർ തന്നെയായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട പരാതിക്കാർ. രാജ്യസേവനത്തിന് ശേഷം അവരുടെ ഹൗസിംഗ് വെൽഫെയർ സൊസൈറ്റി നിർമ്മിച്ച ഫ്ളാറ്റിലെ നിർമ്മാണത്തിലെ പോരായ്മകൾ, അതിൽ അഴിമതി ഉൾപ്പെടെ ഉണ്ട് എന്നുള്ള ആരോപണം അവർ ഉയർത്തിയിരുന്നു. ഇത് പരാതിയായി അധികൃതർക്ക് മുന്നിൽ ആദ്യം എത്തി. പക്ഷേ ആ പരാതികൾ വേണ്ട രീതിയിൽ പരിഹരിക്കപ്പെട്ടില്ല. അതോടുകൂടിയിട്ടാണ് അത് കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നത്. ഒടുവിൽ കോടതി പലതവണ ആ പരാതി കേട്ട് അത് പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയ ശേഷവും കൃത്യമായ ഒരു നടപടി ഉണ്ടാകാതിരുന്നതോടു കൂടിയിട്ടാണ് ആ പരാതിയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ ഹൈക്കോടതിയുടെ സുപ്രധാന വിധി ഉണ്ടാകുന്നത്. അതിൽ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച BC എന്നീ ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച പരാതിക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. നാളെ അവർ മാധ്യമങ്ങളെ എറണാകുളം പ്രസ് ക്ലബ്ബിൽ കാണുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും മരട് ഫ്ളാറ്റ് പൊളിക്കലിന് ശേഷം ഈ ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വലിയ കേസിൽ ഫ്ളാറ്റുകൾ പൂർണ്ണമായും പൊളിച്ചു നീക്കുകയും അവിടെ പകരം സംവിധാനം ഒരുങ്ങുന്നതുവരെ ആ പരാതിക്കാർക്ക് വാടകയും
താമസ സൗകര്യം ഉറപ്പാക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ പ്രധാന നിരീക്ഷണം. നിലവിൽ ഇപ്പോഴും നൂറുകണക്കിന് ആളുകൾ ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നുണ്ട്, വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. ഒഴിഞ്ഞുപോയവരാണ് കൂടുതലും ഉള്ളത്. കാരണം തലയുടെ മുകളിലേക്ക് എപ്പോൾ വേണമെങ്കിലും കോൺക്രീറ്റ് ഉൾപ്പെടെ അടർന്നു വീഴുന്നു, മറ്റ് സൗകര്യങ്ങളില്ല. അങ്ങനെ ഒരുപാട് പരിമിതികൾ ഇവിടെ ഉണ്ട്. അത് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് ഇന്ന് ഈ വിധി ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ നാളെ പരാതിക്കാർ മാധ്യമങ്ങളുമായി പങ്കുവെക്കുമെന്നുള്ളത് തന്നെയാണ് SKN അറിയിച്ചിരിക്കുന്നത്. ശ്യാംകുമാർ, യഥാർത്ഥത്തിൽ ഈ മരട് ഫ്ലാറ്റ് പൊളിച്ചതിൻ്റെ ആ ചിത്രങ്ങൾ നമുക്കൊരിക്കലും ആ ദൃശ്യങ്ങൾ മറന്നുപോകാൻ കഴിയില്ല. അതേപോലൊരു ചിത്രത്തിൻ്റെ തനിയാവർത്തനമായിരിക്കുമോ ഇനി ഉണ്ടാകാൻ പോകുന്നത്? ഈ ഫ്ലാറ്റ് പൊളിക്കാതെയുള്ള സാഹചര്യം ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യം കൊണ്ടാണോ കോടതി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്? നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? SKN തീർച്ചയായും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഫ്ലാറ്റിൻ്റെ ഈ ഫ്ലാറ്റ് കണ്ടാൽ തന്നെ അറിയാം SKN, ഇത് ഒരു 3 ഫ്ലാറ്റുകളുടെ സമുച്ചയമാണ്. ABC അങ്ങനെ 3 ഫ്ലാറ്റുകൾ ഇതിനോട് ചേർന്നുണ്ട്. നമ്മുടെ വൈറ്റില മൊബിലിറ്റി ഹബിൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും വ്യക്തമായ രീതിയിൽ കാണാൻ കഴിയുന്ന ഫ്ലാറ്റുകളാണ്. ഇവിടെ BC എന്നീ ഫ്ലാറ്റുകൾ മനുഷ്യവാസ യോഗ്യമല്ല എന്നുള്ളതായിരുന്നു പരാതി. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കിടക്കുമ്പോൾ മുകളിൽ നിന്ന് കോൺക്രീറ്റ് കഷ്ണങ്ങൾ അടർന്ന് തലവടി വീഴുന്നു. അങ്ങനെയുള്ള പരാതികൾ തുടങ്ങി ഒരുപിടി പരാതികൾ, നിർമ്മാണത്തിൽ ഉപയോഗിച്ച വസ്തുക്കളുടെ പോരായ്മകൾ പോലും പരാതിയായി ഉയർന്നിരുന്നു. ഒടുവിൽ അത് കോടതി ഇടപെട്ടു, സൈന്യം ഇടപെട്ടു, അതിൻ്റെ പരിശോധനകൾ നടന്നു. ഒടുവിൽ ആളുകൾക്ക് താമസിക്കാൻ കഴിയാത്ത ഒരു കെട്ടിടമാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടു. അത് നിർമ്മാണത്തിലെ പോരായ്മകൾ തന്നെയാണ് ചൂണ്ടിക്കാട്ടപ്പെട്ടത്. നിർമ്മാണത്തിലെ പോരായ്മകൾ എന്ന് പറഞ്ഞാൽ അതിൽ അഴിമതി ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഏറ്റവും ഒടുവിലാണ് അത് പൊളിച്ചു നീക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ കോടതി ഉത്തരവ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ആ 2 ടവറുകൾ BC എന്നീ പറയുന്ന ടവറുകൾ പൂർണ്ണമായും പൊളിച്ച് നീക്കണം. അതിന് താമസിച്ചിരുന്ന ആളുകൾക്ക് പകരം സംവിധാനം ഒരുക്കുന്നത് വരെ വാടക നൽകണം. അതിന് ജില്ലാ കളക്ടർ ഇടപെട്ട് സമിതി രൂപീകരിക്കണം. അതിനാണ് 2 ആഴ്ച നൽകിയിരിക്കുന്നത്. SKN ചോദിച്ചതുപോലെ തന്നെ കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് വൈറ്റിലയിലുള്ള ആർമിയുടെ വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ്. അതുകൊണ്ട് തന്നെ അത് പൊളിച്ചു നീക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ നേരത്തെ നമ്മൾ SKN പറഞ്ഞ പോലെ തന്നെ മരടിൽ ഉൾപ്പെടെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കണം? 2 ഫ്ലാറ്റിൻ്റെ പൊളിച്ചു നീക്കുമ്പോൾ A എന്ന് പറയുന്ന സമുച്ചയം അവിടെ അവശേഷിക്കും. അതും അതിനോട് ചേർന്ന് തന്നെയുള്ളതാണ്. അതുകൊണ്ട് അവിടെ താമസിക്കുന്നവർക്ക് ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമോ? അങ്ങനെ ഒരുപിടി ചോദ്യങ്ങളാണ് ഇന്നത്തെ കോടതി ഉത്തരവോടെ ഉണ്ടായിരിക്കുന്നത്. അതിനൊക്കെ വ്യക്തമായ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും 2 ഫ്ലാറ്റുകളുടെ ടവറുകൾ പൂർണ്ണമായും പൊളിച്ചു നീക്കി പകരം ടവറുകൾ നിർമ്മിക്കാനും അതുവരെ അവിടുത്തെ താമസക്കാർക്ക് മാസ വാടക നൽകാനുമാണ് ഇന്ന് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. SKN അതിന്റെ പ്രധാന കവാടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. താങ്ക് യു ശ്യാംകുമാർ. എന്തായാലും ചന്ദ്രകുഞ്ഞ് ഫ്ലാറ്റ് പൊളിച്ചു മാറ്റണമെന്ന് കോടതി ഉത്തരവ് വന്നിരിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ അന്ന് മരടിൽ കണ്ടതുപോലെ ഒരു ചിത്രത്തിന് വീണ്ടും കൊച്ചിക്കാർ സാക്ഷിയാകും എന്നാണ് ഇപ്പോൾ കോടതി വിധി നമ്മോട് വിളിച്ചു പറയുന്നത്. റെജി പറയുന്നു, SKN താങ്കളുടെ സ്റ്റുഡിയോ മൊത്തം ഒന്ന് കാണണം. ഒരിക്കൽ നമുക്ക് ഏതെങ്കിലും ഒരു വാർഷിക ദിനത്തിലോ മറ്റോ ഒരു വിശേഷ ദിവസം നമുക്ക് മൊത്തം ഒന്ന് ഷൂട്ട് ചെയ്ത് ഒരു അടപടലം അത് നമുക്കൊന്ന് കാണിച്ചു തരാം. സംഭവം സൂപ്പറായിരിക്കും. അപ്പോൾ അതുപോലെ പ്രകാശൻ കേച്ചേരി പറഞ്ഞു, എന്താ SKN ഇങ്ങനെ കേരളത്തിനെ കുറ്റം പറയുന്നത്? നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ സുഹൃത്തുമല്ലേ കേരളം ഭരിക്കുന്നത്? അപ്പോൾ ഇതും ഇതിനപ്പുറവും നടക്കും. എൻ്റെ സുഹൃത്തൊന്നും ഞാൻ മനസ്സിലായില്ല. ആരാ പാർട്ടിയാർ? അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ് ഒരു രീതിയിൽ. വേറെ രീതിയിൽ പറഞ്ഞാൽ മീഡിയ വെച്ച് നോക്കുമ്പോൾ ഈ ഭരണത്തിലിരിക്കുന്ന ആൾക്കാരെ നമ്മൾ പലതും വാർത്തകളായിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ശത്രുക്കളായിട്ട് മാറും. ഇതിൽ മിത്രവും ശത്രുവും ഇല്ല. നിതാന്ത സുഹൃത്തും നിതാന്ത ശത്രുതയും ഇക്കാര്യത്തിൽ നമുക്കില്ല എന്ന് പ്രകാശൻ വിളിച്ചു പറയുക. കേരളത്തെ ഞാൻ കുറ്റം പറയില്ല. കേരളം പോലൊരു മണ്ണ് നിങ്ങൾക്ക് ലോകത്തൊരു സ്ഥലത്തും കാണാൻ കഴിയില്ല. പക്ഷേ ഈ മണ്ണിനെ വൃത്തികേടാക്കുന്ന കുറേ ആളുകളാണ്. ഈ മനുഷ്യരെ നമ്മൾ ഒറ്റപ്പെടുത്തണം. ഇനി നമുക്ക് തിരുവാണിയൂരിലെ പ്രശ്നത്തിലേക്ക്. എറണാകുളം തിരുവാണിയൂരിലെ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി മിഹിർ അഹമ്മദിൻ്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തി പോലീസ്. പ്രാഥമിക അന്വേഷണത്തിൽ മിഹിർ അഹമ്മദിന് റാഗിംഗ് നേരിട്ടു എന്നാണ് വിലയിരുത്താൻ കഴിയുന്നത്. നമ്മൾ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഈ കേസ് അന്വേഷിച്ച ആൾക്കാരോടൊക്കെ സ്വകാര്യ സംഭാഷണം നടത്തിയപ്പോൾ അവർ പറയുന്നത് പുറത്തു വരുന്ന വാർത്തകളൊക്കെ ശരിയാണ്. അതിഭീകരമായ റാഗിങ്ങിന് ഈ കുട്ടി വിധേയമായി എന്നുള്ളതാണ് അവരൊക്കെ പറയുന്നത്. നമുക്കൊരു പക്ഷേ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള റാഗിംഗ് രീതിയിൽ കുട്ടികൾ അവലംബിച്ചു എന്നുള്ളതാണ്. ഈ കുട്ടികൾക്ക് ഇത്രയും അക്രമവാസന, ഇത്രയും ക്രൗര്യത, ഇത്രയും നിർദ്ദയമായ സംഭവങ്ങൾ ഇതൊക്കെ അവർക്ക് എങ്ങനെ കിട്ടി എന്ന് പോലും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. മിഹിറിൻ്റെ കുടുംബം നൽകിയ പരാതി ഗ്ലോബൽ പബ്ലിക് സ്കൂൾ പോലീസിന് നൽകാതെ മറച്ചു വെച്ചതായും കണ്ടെത്തലുണ്ട്. ഗ്ലോബൽ പബ്ലിക് സ്കൂൾ മാനേജ്മെൻറ്റ് അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇതിൽ ആരെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കരുത്. നിങ്ങൾ പുലിവാലി പിടിക്കും. കഴിഞ്ഞ ദിവസമാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലെത്തി മിഹിറിന്റെ കുടുംബം മൊഴി നൽകിയത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് റാഗിംഗ് അടക്കമുള്ള വകുപ്പുകൾ ചുമത്താനുള്ള തീരുമാനം.
നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം തെളിഞ്ഞിട്ടുണ്ട്. കുടുംബത്തിന്റെ പരാതി ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതർ പോലീസിൽ നൽകാതെ മറച്ചുവെച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തി. ആത്മഹത്യയിൽ 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മന്ത്രി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് നിർദ്ദേശം നൽകിയത്. എസ് ഷാനവാസ് കാക്കനാട് ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഓഫീസ് നേരിട്ടെത്തി വിവരങ്ങൾ ശേഖരിച്ചു. സ്കൂളുകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ NOC സർട്ടിഫിക്കറ്റ് ഇരു സ്കൂളും ഹാജരാക്കിയില്ല. ഈ 2 സ്കൂളുകളോടും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോട് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയോ മറ്റേതെങ്കിലും വകുപ്പുകളുടെയോ NOCയുടെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചതിൽ എന്തെങ്കിലും NOC ഉള്ളതായിട്ടോ അത് ഹാജരാക്കാമെന്നോ പറയുകയുണ്ടായിട്ടില്ല. എന്നാലും പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ മാത്രം നിൽക്കാതെ വിശദമായി അവരുടെ രേഖാമൂലം ചോദിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ NOC അവരുടെ കൈവശത്തിൽ വാലിഡ് ആയിട്ടുള്ളതുണ്ടോ എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി പരിശോധിക്കുന്നുണ്ട്. സഹപാഠികൾക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ മൊഴിയെടുക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. സംഭവത്തിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ അന്വേഷണവും ഉണ്ടാകും. 24 കൊച്ചി. ഒരു യൂട്യൂബിലൂടെ ഒരാൾ ആവശ്യപ്പെടും, രവീന്ദ്രനാഥ് കൊല്ലത്തെന്ന് പറയുന്നത് ഒരു ദിവസം നിങ്ങളുടെ സ്റ്റുഡിയോ ഒന്ന് കാണാൻ സൗകര്യം തരണം. താങ്കൾക്ക് അത്ര അത്യാവശ്യമാണെങ്കിൽ നമുക്ക് ശ്രമിക്കാവുന്നേ ഉള്ളൂ. കൊല്ലത്തുനിന്ന് കൊച്ചി വരെ വരേണ്ടി വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ ഇങ്ങനെയൊക്കെയുള്ള താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്. എന്നാൽ സുരക്ഷാ കാരണങ്ങളാലൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യും. പക്ഷേ വളരെ അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ 2 കൈ നീട്ടി ഇങ്ങനെ സ്വീകരിക്കും. ഇനി ലോകസഭയിൽ പ്രധാനമന്ത്രിയെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് കടന്നാക്രമിച്ചു. പ്രധാനമന്ത്രിയെ തള്ളി ചൈനീസ് സൈന്യം ഇന്ത്യൻ മണ്ണിലുണ്ടെന്ന് കരസേനാ മേധാവി പറഞ്ഞെന്നും മോദിയെ ക്ഷണിക്കാൻ ആവശ്യപ്പെട്ട വിദേശകാര്യമന്ത്രിയെ അമേരിക്കയിലേക്ക് അയച്ചെന്നും രാഹുൽ ഗാന്ധി ഇന്ന് ലോക്സഭയിൽ ആരോപിച്ചു. പ്രസംഗത്തിൽ രാഹുലിനെതിരെ നടപടിക്കും നീക്കം ആരംഭിച്ചു. പരാമർശങ്ങളിൽ തെളിവുകൾ നൽകിയില്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നടപടിയെടുക്കണമെന്ന് BJP ഇന്ന് ആവശ്യപ്പെട്ടു. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ചർച്ചകൾക്ക് തുടക്കം കുറിച്ച രാഹുൽ ഗാന്ധി കടുത്ത ആരോപണങ്ങളാണ് പ്രധാനമന്ത്രിക്കെതിരെ ഉന്നയിച്ചത്. ചൈനീസ് സൈന്യം ഇന്ത്യൻ മണ്ണിൽ കടന്നു കയറിയിട്ടില്ലെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകളെ കരസേനാ മേധാവി തന്നെ തള്ളിയെന്ന രാഹുൽ. മോദിയെ ക്ഷണിക്കാൻ ആവശ്യപ്പെട്ട വിദേശകാര്യമന്ത്രിയെ US-ലേക്ക് അയച്ചെന്നും ആരോപണം. We would not send our foreign minister to invite our prime minister to his coronation. We would not send him 3 or 4 times, please invite our prime minister. Because if we had a production system and if we were working on these technologies, the American president would come here. പരാമർശത്തിൽ എതിർപ്പുമായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ നേതൃത്വത്തിൽ ഭരണപക്ഷം രംഗത്ത് വന്നു. This is related to the relation between 2 countries. And he is making an unverified statement about invitation of the prime minister of our country. It's matter of our dignity. How can you make such kind of statement? He is leader of opposition, sir. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പരാജയമെന്നും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നെന്നും ആരോപിച്ച രാഹുൽ ഭരണഘടന ഉയർത്തി ജാതി സെൻസസ് ആവശ്യവും ഉന്നയിച്ചു. The new voters have been added mostly in the constituencies where BJP has swept. I am still not making an allegation. I am saying on the floor of the House that the Election Commission has to give the data of the Maharashtra elections to the Congress Party, to the Shiv Sena and to the NCP. സ്പീക്കർ ഓം ബിർളയെ കണ്ട കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉന്നയിച്ച വിഷയങ്ങളിൽ തെളിവുകൾ നൽകിയില്ലെങ്കിൽ രാഹുലിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ബജറ്റ് സമ്മേളനത്തിന്റെ 3-ാം ദിനം സഭ ചേർന്നയുടൻ കുംഭമേള ദുരന്തത്തിൽ പ്രത്യേക ചർച്ചയാവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വെച്ച് നടുത്തളത്തിലിറങ്ങിയെങ്കിലും സ്പീക്കർ വഴങ്ങിയില്ല. ആവശ്യമെങ്കിൽ നന്ദിപ്രമേയ ചർച്ചയിൽ വിഷയമുന്നയിക്കാൻ സ്പീക്കർ നിർദ്ദേശിച്ചു. 24 ഡൽഹി. നമുക്കറിയാം ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് ചെക്ക് പോസ്റ്റുകളിലാണ് എന്ന് മാത്രവുമല്ല, ഒരു കാലത്ത് ചെക്ക് പോസ്റ്റുകളിലേക്ക് നിയമനം കിട്ടാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ തലസ്ഥാനത്തിറങ്ങി കൈക്കൂലി ഓഫർ ചെയ്യുന്നൊന്നും അസാധാരണമായ കാഴ്ചയായിരുന്നില്ല. ഇതാ ഇപ്പോൾ ചെക്ക് പോസ്റ്റുകളിലെ അഴിമതി തടയാൻ മോട്ടോർ വാഹന വകുപ്പ് ചില നടപടികളുമായി രംഗത്ത് വരുന്നു. ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിക്കാൻ ഗതാഗത കമ്മീഷണർ പുതിയ ഒരു മാനദണ്ഡം ഇറക്കിയിട്ടുണ്ട്. നിലവിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് പിൻവലിക്കും. ഒരു ഉദ്യോഗസ്ഥന് 15 ദിവസം മാത്രമേ ഈ ചെക്ക് പോസ്റ്റിൽ ഡ്യൂട്ടി കൊടുക്കൂ. നല്ല തീരുമാനമാണെന്ന് തോന്നുന്നു. പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. സലീം മാലിക് തിരുവനന്തപുരം നിന്ന് തത്സമയം ചേരുന്നു. സലീം, ശരിക്കും ഈ വെള്ളാനെ നേരെയാക്കുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ പോലും ഈ നീക്കം നമ്മൾ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പറയും. തീർച്ചയായും സംസ്ഥാനത്തെ ചെക്ക് പോസ്റ്റുകളാണ് ഏറ്റവും അധികം അഴിമതി നടക്കുന്ന ഇടം എന്നൊരു പറച്ചിലുണ്ട്. മാത്രമല്ല, വിജിലൻസിന്റെ കണ്ടെത്തലിൽ കൂടി അത്തരത്തിൽ സംസ്ഥാനത്തെ ചെക്ക് പോസ്റ്റുകളിൽ കാര്യങ്ങളൊന്നും നല്ല നിലയിലല്ല എന്നുള്ളതായിരുന്നു കണ്ടെത്തൽ. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് പുതിയ തീരുമാനം. അതായത് നിലവിൽ ചെക്ക് പോസ്റ്റുകളിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും ഒരാളെ വിടാതെ എല്ലാവരെയും പിൻവലിക്കുക എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട തീരുമാനം. അതിനുശേഷം മുഴുവൻ ചെക്ക് പോസ്റ്റുകളിലും പുതിയ ഉദ്യോഗസ്ഥരെ നിയമിക്കും. ഓരോ ഉദ്യോഗസ്ഥർക്കും 15 ദിവസം മാത്രമേ പരമാവധി ഒരു ചെക്ക് പോസ്റ്റുകളിൽ ഡ്യൂട്ടി നൽകൂ എന്നുള്ളതാണ്. കാരണം
അഴിമതിക്കാരുമായി സൗഹൃദം സ്ഥാപിച്ച് പണമിടപാട് ഉൾപ്പെടെ നടത്തുന്നത് ഈ സൗഹൃദത്തിന്റെ ബലത്തിലാണ് എന്നും കാലങ്ങളായി ഒരേ ചെക്ക് പോസ്റ്റിൽ തുടരുന്നതിലൂടെ അവരുമായി വലിയ ബന്ധമുണ്ടാക്കുന്നു എന്നുള്ള കണ്ടെത്തലിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ആ തീരുമാനം. അതുകൊണ്ട് തന്നെ ഒരു ചെക്ക് പോസ്റ്റിൽ പരമാവധി 3 ഉദ്യോഗസ്ഥരെ മാത്രം നിയമിക്കും. ആ 3 ഉദ്യോഗസ്ഥർ 15 ദിവസത്തിന് ഇടവിട്ട് മാറ്റമുണ്ടാകും എന്ന നിലയിലുള്ള ഒരു ഉത്തരവാണുള്ളത്. മാത്രമല്ല പുതിയ ഉദ്യോഗസ്ഥരെ നിയമിക്കാനായി ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ചുമതല നൽകിയിട്ടുണ്ട്. രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെയായിരിക്കും ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തന സമയം. മാത്രമല്ല നികുതി വെട്ടിക്കുന്ന വാഹനങ്ങളെ അതിർത്തിയിൽ പിടികൂടാതെ മറ്റിടങ്ങളിൽ വെച്ച് പിടികൂടാനുള്ള നിർദ്ദേശവുമുണ്ട്. ഇതിനായി നിരന്തര പരിശോധന ചെക്ക് പോസ്റ്റുകളിൽ എൻഫോഴ്സ്മെന്റ് RTO ഉറപ്പാക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. ഇത് സംബന്ധിച്ച ഉത്തരവ് ഇതിനോടകം തന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞു. അതായത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ നിയമനം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. SKN സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ഷാനവാസ് സലാം യൂട്യൂബിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. SKN എന്നും രാത്രിയിലുള്ള ഈ വാർത്തയിൽ 2 മിനിറ്റ് പ്രേക്ഷകർക്ക് വേണ്ടി ലഹരിക്കെതിരെ താങ്കളുടെ ഒരു വിവരണം വേണം. സത്യം പറഞ്ഞാൽ എനിക്കതിൽ വിശ്വാസമില്ല ഇപ്പോൾ. കാരണം അത്ര രീതിയിൽ കാര്യങ്ങൾ വഷളായി കഴിഞ്ഞു. ഞാൻ വിചാരിക്കുന്നത് ഇന്നും കൂടി ഞാൻ ഒരു എക്സൈസ് കമ്മീഷണറായത് ഒരു ഉദ്യോഗസ്ഥൻ്റെ വാട്സപ്പ് സന്ദേശം വന്നപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യം അക്രമങ്ങൾ പെരുകുന്നു, പലപ്പോഴും ഈ ചെറുപ്പക്കാരും കുട്ടികളും ഒക്കെ ലഹരിക്ക് അടിമയാകുന്നു എന്നൊക്കെയുള്ള ഒരുപാട് വിവരങ്ങൾ ആ കുറിപ്പിലുണ്ട്. ഇനി നമുക്ക് അമ്മമാരും സ്ത്രീകളും ഒക്കെ ഇറങ്ങിയാൽ മാത്രമേ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ. കാര്യം അടിച്ചു പൂസായി നടക്കുന്ന ഒരാൾ ലഹരിക്കെതിരെ പ്രസംഗിച്ച് നഗരത്തിൽ ഇറങ്ങിയുകൊണ്ട് വല്ല കാര്യമുണ്ട്, നാട്ടുമ്പുറത്തായാലും രക്ഷയില്ല. അപ്പോൾ സ്ത്രീകൾ ഇറങ്ങുകയാണ്, അമ്മമാരിറങ്ങുകയാണെങ്കിൽ, കാര്യം കുട്ടികൾ ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന വേദന ഏറ്റവും അനുഭവിക്കുന്ന അമ്മമാരാണ്. അവരിറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു അവസാനം ഉണ്ടാകും. അതേസമയം പോലീസ് സംവിധാനവും എക്സൈസ് സംവിധാനവും ഒക്കെ അതിശക്തമായ നടപടികളിലൂടെ മുന്നോട്ട് പോകണം. എന്നാലേ ഈ നാട്ടിൽ, അല്ലെങ്കിൽ വലിയ അപകടമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിച്ചു. 70 മണ്ഡലങ്ങളിൽ ഈ ബുധനാഴ്ചയാണ് വോട്ടെടുപ്പ് നടക്കുക. BJPക്കായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും JP നദ്ദയും കോൺഗ്രസിന് വേണ്ടി പ്രിയങ്ക ഗാന്ധിയും കൊട്ടിക്കലാശത്തിൽ കളം നിറഞ്ഞുവെന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. വിനീത വിജി തത്സമയം ചേരുന്നു. വിനീത, പ്രൈം ടൈമിലേക്ക് താങ്കൾക്കും സ്വാഗതം. പറയൂ, കൊട്ടിക്കലാശം എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ കേരളത്തിലൊക്കെ കാണുന്ന കലാശക്കൊട്ടിൻ്റെ അത്രയും വന്നോ? താങ്ക് യു എസ്കേൻ. നമ്മുടെ കേരളത്തെ വെച്ച് നോക്കുമ്പോൾ വേറൊരു തരത്തിലാണ് ഇവിടുത്തെ ഈ കൊട്ടിക്കലാശവും പ്രചരണവും ഒക്കെ. എന്താണെങ്കിലും ആ അവസാന ലാപ്പിൽ കളം നിറഞ്ഞു തന്നെയാണ് 3 പാർട്ടികളും നിന്നിട്ടുണ്ടായിരുന്നത്. മുതിർന്ന നേതാക്കളെ അടക്കം ഇറക്കി ജനങ്ങളിലേക്ക് എത്തിച്ച് വോട്ട് ഉറപ്പിക്കുകയാണ് അവസാന ഘട്ടത്തിൽ ചെയ്തത്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിനായി ഇക്കുറി പ്രിയങ്ക ഗാന്ധിയാണ് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാ ചെറിയ ഗലികളിലേക്കും പ്രിയങ്ക ഗാന്ധി നേരിട്ടെത്തി വോട്ട് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്ന് റോഡ് ഷോയാണ് കോൺഗ്രസിന്റെ പ്രധാനമായും ഈ അവസാനഘട്ട പ്രചരണ ലാപ്പിലേക്ക് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ അമിത്ഷാ BJPക്കായി ഇന്ന് കളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നു. JP നദ്ദയും ഒക്കെ ഇന്ന് വിവിധ മേഖലകളിലായി കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ റാലികൾ നടത്തുകയും റോഡ് ഷോയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം BJPക്കായി പ്രധാനമന്ത്രി അടക്കം റാലിയിൽ പങ്കെടുത്തൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഏതാണ്ട് 22ഓളം റാലികളാണ് BJP ഡൽഹിയിൽ മാത്രം ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ മുതിർന്ന നേതാക്കളെ അടക്കം കൊണ്ടുവന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം, ഇങ്ങനെ വലിയ വലിയ നേതാക്കളെ കോൺഗ്രസും ഒപ്പം BJPയും ഒക്കെ കളത്തിലിറക്കി വോട്ട് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ പോരാളി, അതായത് അരവിന്ദ് കെജ്രിവാൾ എന്ന ഒരു നേതാവിനെ മാത്രം മുൻപ് നിർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം അവർ കൂടുതൽ കൊഴുപ്പിക്കുന്നത്. പക്ഷേ പൊതുവെ നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ മറ്റു പല വിഷയങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളൊപ്പം തന്നെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ പ്രചരണ രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇക്കുറി അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഈ യമുന നദിയിലെ വിഷാംശം കലർന്ന വെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഡൽഹിയിലെ വായു മലിനീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെയാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. വീണ്ടും ഒരു ഭരണ തുടർച്ച കിട്ടുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ആം ആദ്മി പാർട്ടിക്കുള്ളത്. പക്ഷേ അതേസമയം ഒരു അട്ടിമറി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ BJPയും കോൺഗ്രസും മറുവശത്തുണ്ട്. എന്താണെങ്കിലും ആ കൊട്ടിക്കലാശം അത് തകൃതിയായി തന്നെ വലിയ ഒരു പ്രചരണം തന്നെയാണ് 3 മുന്നണികളും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് അവസാനിച്ചിരിക്കുന്നു. നാളെ ഇനി നിശബ്ദ പ്രചരണമാണ്. മറ്റന്നാൾ ഫെബ്രുവരി 5-ന് ഡൽഹി പോളിംഗ് ബൂത്തിലേക്ക് പോകും. ഇനി ജനങ്ങളുടെ വിധി എന്താണ് എന്നുള്ളത് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അത് ഫെബ്രുവരി 8-ന് നമുക്കറിയാം. ഓക്കെ, താങ്ക് യു വിനീത വിജി. ആമിനെ പറയുന്നു, SKN ഞങ്ങൾ സ്ഥിരം പ്രേക്ഷകർക്ക് ഫ്ലവേഴ്സിൻ്റെ സ്റ്റുഡിയോ ഒന്ന് കാണണം, ഷൂട്ടിങ്ങിൽ ഓഡിയൻസ് ആയിട്ടിരിക്കണം. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ ഇതിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് C ഉണ്ണികൃഷ്ണൻ എന്നൊരു ഉദ്യോഗസ്ഥൻ്റെ പേരിൽ ഒരു കഥ അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഓഡിയൻസ് ആയിട്ട് അവിടെ ഇരിക്കാനുള്ള സൗകര്യം അദ്ദേഹം ശരിയാക്കി തരും. പ്രൈം ടൈം തുടരുകയാണ്. ജയരാജ് പറയുന്നത് ACVയിൽ 24 കിട്ടുന്നില്ല. 24 ഫ്രീ ചാനലാണ്. ACVയിൽ തീർച്ചയായിട്ടും കിട്ടും. നിങ്ങൾ കേബിൾ ഓപ്പറേറ്റർ ഒന്ന് വിളിച്ച് സംസാരിക്കുക. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ എന്നോട് പറയാം, നമുക്ക് വേണമെങ്കിൽ അവരെ വിളിച്ച് സംസാരിക്കാം. അതുപോലെ സുരേഷ് കുമാർ PP പറയുന്നു,
ചെക്ക് പോസ്റ്റിലെ അഴിമതി കാണാൻ ഭൂതകണ്ണാടി വെക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ഏതെങ്കിലും ചെക്ക് പോസ്റ്റിൽ പോയി നിന്നാൽ മതി. ഡ്രൈവർമാർ പാത്തും പതുങ്ങിയും കൈക്കൂലിയായിട്ട് പോകുന്നത് കാണാം. അത് ശരിയാണ്. കാരണം ഇത്രയും വിജിലൻസ് ശക്തമായ ഒരു സംസ്ഥാനത്ത് പോലും ചെക്ക് പോസ്റ്റുകളിൽ അഴിമതി ഒരു സാധാരണ കാഴ്ചയാണ് എന്ന് വരുന്നുണ്ട്. ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനൊക്കെ ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെടാൻ കഴിയും. ചെക്ക് പോസ്റ്റുകൾ വഴി പണം പിരിക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് ഇടപെടാൻ കഴിയണം. ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് ഞാൻ ഈ കടക്കുന്നു. ഹെഡ്ലൈൻസ്. You are watching 24 from News Headquarters, Kochi. കൊച്ചിയിലെ വൈറ്റിലയിൽ സൈനികർക്കായി പണിത ചന്ദർകുഞ്ച് ഫ്ളാറ്റിലെ 2 ടവറുകൾ പൊളിച്ചു നീക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. താമസക്കാരെ എത്രയും വേഗം ഒഴിപ്പിക്കണം. ഫ്ളാറ്റ് ഒഴിയുന്നവർക്ക് വാടക ഇനത്തിൽ പണം നൽകണമെന്നും കോടതിയുടെ നിർദ്ദേശം. കോടതി നടപടി ഫ്ളാറ്റ് സുരക്ഷിതമല്ലെന്ന് കാണിച്ച് താമസക്കാർ നൽകിയ ഹർജിയിൽ പുതിയ ഫ്ളാറ്റ് പണിയാനും ആർമി വെൽഫെയർ സൊസൈറ്റിക്ക് കോടതിയുടെ നിർദ്ദേശം. വിവാദ പ്രസ്താവനയിൽ മലക്കം മറിഞ്ഞ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കേരളം കൂടുതൽ വിഹിതത്തിനായി ധനകാര്യ കമ്മീഷനെ സമീപിക്കണമെന്ന വിശദീകരണം. I stated that if the Kerala government wants more share, they should reach or request the Finance Commission to give more share. കേന്ദ്രമന്ത്രിയുടെ തിരുത്ത് കേരളം പിന്നാക്കമെന്ന് പ്രഖ്യാപിച്ചാൽ കൂടുതൽ സഹായം കിട്ടുമെന്ന പരാമർശത്തിൽ കേരളത്തിന്റെ ഭാഗമാകേണ്ടവർ വികട ന്യായങ്ങൾ പറഞ്ഞ് അപഹാസ്യരാകുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തിന്റെ ഭാഗമായി മാറേണ്ട ഒരാൾ തന്നെ ഇത്തരത്തിലുള്ള വികട ന്യായങ്ങൾ ഉന്നയിക്കുമ്പോൾ അവരെക്കുറിച്ച് എന്താണ് പറയുക? എന്തും പറയാവുന്ന ഒരു നിലയാണോ സ്വീകരിക്കേണ്ടത്? വിവാദ പരാമർശത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ രാജ്യസഭയിൽ നോട്ടീസ്. ലോക്സഭയിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ ഭരണ പ്രതിപക്ഷ പോര്. കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ച രാഹുൽ ഗാന്ധി ചൈന ഇന്ത്യൻ മണ്ണിലേക്ക് കടന്നു കയറിയെന്ന പ്രസ്താവനയ്ക്കെതിരെ ഭരണപക്ഷം. Has disagreed with the Prime Minister that China is sitting on 4,000 square kilometers of our land, of our territory. ऐसा इस सदन में अब मन चाहे बात नहीं बोल सकते हैं. ये बिल्कुल ठीक नहीं है सर. ये सीरियस मामला है. ആരോപണങ്ങൾക്ക് തെളിവ് വേണമെന്ന് പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു അഭിപ്രായപ്പെട്ടു. കുംഭമേളയ്ക്കിടെ ഉണ്ടായ ദുരന്തം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. യഥാർത്ഥ മരണസംഖ്യ സർക്കാർ പുറത്തുവിടണമെന്ന് മല്ലികാർജുൻ ഖാർഗെ. കേരളത്തിനുള്ള റെയിൽ വിഹിതം 3042 കോടി രൂപ. UPA കാലത്തേക്കാൾ 8 ഇരട്ടി അധികമെന്ന റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ്. 35 സ്റ്റേഷനുകൾ നവീകരിക്കും. Rupees allocation for Kerala, if you compare it with the UPA period, this is 8 times. 35 stations are being completely redeveloped under the Amrit station program. പാത ഇരട്ടിപ്പിക്കൽ ഉൾപ്പെടെ കേരളത്തിന് കൂടുതൽ പദ്ധതികൾ. ശബരി റെയിൽപാതയുടെ കാര്യത്തിൽ കേരളം നിലപാട് അറിയിച്ചിട്ടില്ലെന്നും റെയിൽവേ വകുപ്പ് മന്ത്രി. 200 വന്ദേ ഭാരതും 100 അമൃത് ഭാരതും 50 നമോ ഭാരതും ഉൾപ്പെടെ രാജ്യത്ത് പുതിയ ട്രെയിനുകൾ വരുന്നു. KSRTCയിലെ TDF യൂണിയൻ ഇന്ന് അർദ്ധരാത്രി മുതൽ പണിമുടക്കും. സംഘടനാ നേതാക്കളുമായി CMD നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. നാളെ 50%-ലധികം ബസ്സുകൾ സർവീസ് നടത്തില്ലെന്ന സമരക്കാർ. ചെക്ക് പോസ്റ്റുകളിലെ അഴിമതി തടയാൻ കടുത്ത നടപടികളുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്ത് വരുന്നു. നിലവിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും പിൻവലിക്കാൻ ഗതാഗത കമ്മീഷണറുടെ തീരുമാനം. കൊച്ചിയിലെ തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി മിഹിറിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തും. പ്രാഥമിക അന്വേഷണത്തിൽ റാഗിങ്ങിന് ഇരയായെന്ന നിഗമനം. മിഹിറിന്റെ കുടുംബം നൽകിയ പരാതി ഗ്ലോബൽ പബ്ലിക് സ്കൂൾ പോലീസിന് നൽകാതെ മറച്ചുവെച്ചതായും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. കോട്ടയം ഏറ്റുമാനൂർ തെള്ളകത്തെ സംഘർഷത്തിനിടെ മരിച്ച CPO ശ്യാം പ്രസാദിന് ക്രൂരമർദ്ദനമേറ്റെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നെഞ്ചിലേറ്റ ഗുരുതര പരിക്ക് മരണകാരണമായി. ശ്വാസകോശത്തിൽ ക്ഷതവും ആന്തരിക രക്തസ്രാവവും ഉണ്ടായി. പ്രതി പെരുമ്പായിക്കാട് സ്വദേശി ജിബിനെതിരെ കൊലപാതക കുറ്റം ചുമത്തി. പ്രതി റിമാൻഡിലായി. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ KPCC മുഖ്യ അന്വേഷണ റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവിട്ട 24. കെ മുരളീധരന്റെ തോൽവിക്ക് കാരണം മുതിർന്ന നേതാക്കൾ മനഃപൂർവ്വം വരുത്തിയ വീഴ്ചയെന്ന റിപ്പോർട്ട്. DC സംഘടനാ സംവിധാനം സമ്പൂർണ്ണ പരാജയം. കഴിഞ്ഞ ഓഗസ്റ്റിൽ കൈമാറിയ റിപ്പോർട്ടിൽ നടപടിയെടുക്കാതെ KPCC. മാധ്യമങ്ങളിൽ വന്നതല്ല യഥാർത്ഥ റിപ്പോർട്ടെന്ന് VD സതീശൻ.
അല്ല, റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് ചാനലിൽ കാണുന്ന റിപ്പോർട്ടല്ല, ഞാൻ വായിച്ച റിപ്പോർട്ടല്ല ആ ചാനലിൽ കാണുന്നത്. അത് വേറെ റിപ്പോർട്ട്, വേറെ ആരെങ്കിലും തന്ന റിപ്പോർട്ടായിരിക്കും. ഞങ്ങളുടെ റിപ്പോർട്ട് പുറത്തു പോയിട്ടില്ല, ഞങ്ങളുടെ കയ്യിലുണ്ട്. പ്രചരിക്കുന്നത് കെട്ടിച്ചമച്ച റിപ്പോർട്ടെന്ന സമിതി അംഗം KC ജോസഫ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിച്ചു. 70 മണ്ഡലങ്ങൾ മറ്റന്നാൾ വിധി എഴുതും. മണ്ഡലങ്ങളിൽ കോൺഗ്രസ് BJP ആപ്പ് ത്രികോണ പോരാട്ടം. വോട്ടെണ്ണൽ 8-ാം തീയതി. മുനമ്പം ഭൂമി വിഷയത്തിൽ വീണ്ടും സർക്കാരിനോട് ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾ. വഖഫ് ട്രൈബ്യൂണൽ പരിഗണിക്കുന്ന വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് എങ്ങനെയെന്ന കോടതിയുടെ ചോദ്യം. പ്രദേശവാസികളുടെ പക്കലുള്ള റവന്യൂ രേഖകളുടെ നിയമസാധുതയിലും ചോദ്യങ്ങൾ വന്നു. ആവശ്യമെങ്കിൽ ഭൂമി ഏറ്റെടുക്കാനുള്ള അധികാരമുള്ള സർക്കാർ വാദത്തെ പിന്തുണച്ച കോടതി. അങ്കണവാടിയിൽ ബിരിയാണിയും പൊരിച്ച കോഴിയും വേണമെന്ന ശംഖുവിന്റെ ആവശ്യം ഒടുവിൽ മന്ത്രി കേട്ടു. ഭക്ഷണ മെനു പരിഷ്കരിക്കുമെന്ന് മന്ത്രി വീണ ജോർജിന്റെ ഉറപ്പ്. മന്ത്രിക്കും 24-നും നന്ദി പറഞ്ഞ് 3 വയസ്സുകാരൻ. ശംഖുവിന്റെ നിഷ്കളങ്കമായ വാക്കുകൾ ജനശ്രദ്ധ നേടിയത് 24-ലൂടെ. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസണ് പരിക്ക്. കൈവിരലിന് പൊട്ടലുണ്ടായത് ഇംഗ്ലണ്ടിനെതിരായ മുംബൈ 2020-ക്കിടെ. മലയാളി താരത്തിന് 6 ആഴ്ചത്തെ വിശ്രമം വേണ്ടി വരുമെന്ന് റിപ്പോർട്ട്. രഞ്ജി ട്രോഫി ക്വാർട്ടറിൽ കേരളത്തിനായി കളിക്കാൻ കഴിയില്ല. IPL ഒരുക്കങ്ങളെയും ബാധിക്കും. പ്രധാന വാർത്തകൾ കഴിയുന്നു. മറ്റു വാർത്തകളിലേക്ക് വിശദമായി തുടരുന്നു. CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് PK ദിവാകരനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം. വടകര മണിയൂരിലാണ് പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. ഷഹദ് റഹ്മാൻ തത്സമയം കോഴിക്കോട് നിന്ന് ചേരുന്നു. ഷഹദ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ? പ്രതിഷേധം ശക്തമാണോ? CPM പ്രവർത്തകർ പരസ്യമായി നിരത്തിലിറങ്ങി നേതൃത്വത്തിനെതിരെ മുദ്രാവാക്യം വിളികളുമായി എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ രംഗത്തെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമായിരുന്നു ജില്ലാ സമ്മേളനമൊക്കെ കഴിഞ്ഞ പുതിയ ഭാരവാഹികളെയൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ആ ഘട്ടം മുതൽ തന്നെ ഈ ദിവാകരനെ ഒഴിവാക്കിയതിനെതിരെ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇതിനെതിരെ പാർട്ടി പ്രവർത്തകർ തന്നെ പല ഘട്ടങ്ങളിലായിട്ട് സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതാണ് പരസ്യമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് കൂടി കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. ഏകദേശം 50ഓളം വരുന്ന CPM പ്രവർത്തകരാണ് ഈ മണിയൂർ എന്ന് പറയുന്ന പ്രദേശത്ത്, പ്രത്യേകിച്ച് അത് CPM-ലെ ശക്തി കേന്ദ്രം കൂടിയാണ്, ആ മേഖലയിൽ പരസ്യമായി മുദ്രാവാക്യം വിളികളുമായി പ്രകടനം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. നമുക്കറിയാം, CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്നതല്ല. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ, അതായത് പാർട്ടിക്കകത്ത് തന്നെ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് വടകരയിൽ ഇത്തരത്തിൽ ഈ വിഭാഗീയമായിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ മറനീക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. ഇത്തവണ ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയ വടകര നഗരസഭാ ചെയർപേഴ്സൺ PK ബിന്ദുവിനെ ഡബിൾ പ്രൊമോഷൻ നൽകിയതാണ് ഈ പ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ പ്രതിഷേധത്തിന് ഇടയാക്കിയത് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് തന്നെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും PK ദിവാകരനെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒഴിവാക്കിയത് എന്നുള്ള കാര്യത്തിൽ പാർട്ടി നേതൃത്വം ഒരു വിശദീകരണം നൽകുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും പ്രവർത്തകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തകർ തെരുവിൽ ഇറങ്ങിയിട്ടുള്ളത്. രാത്രി 7 മണിയോടുകൂടി ായിരുന്നു ഈ പ്രതിഷേധ പ്രകടനവും അതുപോലെ തന്നെ മുദ്രാവാക്യം വിളികളും ഒക്കെ ഉണ്ടായിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പ്രതിഷേധ പ്രകടനം അവസാനിച്ചു. ഓക്കെ, താങ്ക് യു ഷഹദ് റഹ്മാൻ. പ്രേമൻ പറയുന്നു, സാധാരണക്കാർക്ക് വേണ്ടത് വന്ദേ ഭാരത് അല്ല, നല്ല വേഗത്തിലോടുന്ന സാധാരണ ട്രെയിനുകളാണ് എന്ന് പറയുന്നത്. ശരിയാണ് പ്രേമൻ. സമൂഹത്തിലെ കുറച്ച് വരേണ്യവർഗവും മിഡിൽ ക്ലാസ് ആളുകളൊക്കെ തന്നെ കൂടുതലും ഈ വന്ദേ ഭാരതിൽ സഞ്ചരിക്കുന്നത്. സാധാരണക്കാരുടെ ട്രെയിനുകൾ അതുകൊണ്ട് തന്നെ പിടിച്ച് ഈ വന്ദേ ഭാരതിന് പോകാൻ വേണ്ടി ഇട്ടുകൊടുക്കരുത് എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. സാധാരണക്കാർക്ക് വേണ്ടി ഓടുന്ന നല്ല ട്രെയിനുകൾ ഉണ്ടാകട്ടെ. അതേസമയം ഈ ട്രെയിനുകളൊക്കെ വളരെ നന്നായി സൂക്ഷിക്കേണ്ടത്, നല്ല ക്ലീനായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മുടെയൊക്കെ ജോലിയാണ്. ട്രെയിനിൽ യാത്ര ചെയ്യേണ്ട നമ്മുടെ ജോലിയാണ്. നമ്മൾ വീട്ടിൽ എന്ത് ചെയ്യുമോ അത് തന്നെ നമ്മൾ പുറത്തും കാണിക്കാവും. ട്രെയിനിൽ കയറിയാലും പലപ്പോഴും അങ്ങനെ നടക്കുന്നില്ല എന്നുള്ള ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്.
ഇനി മറ്റൊരു വാർത്തയിലേക്ക്. മലപ്പുറം ഇളങ്കൂരിൽ ആത്മഹത്യ ചെയ്ത വിഷ്ണുജ ഭർത്തൃവീട്ടിൽ സമാനതകളില്ലാത്ത പീഡനങ്ങൾ അനുഭവിച്ചിരുന്നുവെന്ന് സുഹൃത്ത് സാക്ഷ്യപ്പെടുത്തുന്നു. ശാരീരികമായും മാനസികമായും പ്രവീൺ വിഷ്ണുജയെ ഉപദ്രവിച്ചിരുന്നുവെന്നാണ് സുഹൃത്തിൻ്റെ വെളിപ്പെടുത്തൽ. കേസിൽ ഭർത്താവായ പ്രതി പ്രവീണിനെ 2 ആഴ്ചത്തേക്ക് കോടതി ഇന്ന് റിമാൻഡ് ചെയ്തു. വിഷ്ണുജയെ പ്രവീൺ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നു. വിഷ്ണുജ പ്രശ്നങ്ങളും വിഷമങ്ങളും മറ്റാരോടെങ്കിലും ഫോണിൽ സംസാരിക്കുന്നുണ്ടോ എന്ന് പോലും പ്രവീൺ നിരീക്ഷിച്ചു. പീഡനം സഹിക്കവയ്യാതെ വിവാഹബന്ധം വേർപെടുത്തും എന്ന് പറഞ്ഞപ്പോൾ പലരുമായും വിഷ്ണുജയ്ക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞു പരത്തുമെന്നും കുടുംബത്തെ അപമാനിക്കും എന്നുമാണ് പ്രവീൺ പറഞ്ഞത്. എല്ലാം വിഷ്ണുജ പങ്കുവെച്ചത് സുഹൃത്തിനോടായിരുന്നു. ഞാൻ ജോലിയായിട്ട് ഇയാൾക്കെതിരെ എൻ്റെ ഫോണിലുള്ള എല്ലാ തെളിവും ഞാൻ ഇതാക്കും. കാരണം അയാൾ കുറേ ആരോപണങ്ങൾ പറഞ്ഞു അവൾ ഉപേക്ഷിച്ചിട്ട് പോകുമെന്ന് പറയുമ്പോൾ നിനക്ക് മറ്റു പലരോട് ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ പറയും. ഞാനത് പറഞ്ഞുണ്ടാക്കും. നിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഈ രീതിയിൽ നിന്റെ ഫാമിലിയെ ഞാൻ നാണം കെടുത്തു. ഈ രീതിയിൽ അവൾ ഒരുപാട് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ട്. വിഷ്ണുജയെ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ വരാൻ അനുവദിച്ചില്ല. അച്ഛനോടും സുഹൃത്തുക്കളോടും സംസാരിക്കാൻ പോലും അനുവദിച്ചില്ല. ക്രൂരത മറ്റുള്ളവരോട് പറയുമോ എന്ന ഭയമായിരുന്നു പ്രവീണിന്. അവളെ ഫോണിൽ അവൾ കുറേ കാര്യങ്ങൾ തെളിവായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് അയാൾ കളയുക ചെയ്തത് ഫോണിൽ നിന്ന്. ഇടയ്ക്കിടയ്ക്ക് അവളെ ഫോണ് റീസ്റ്റാർട്ട് അങ്ങനെ എന്തോ ചെയ്തിട്ട് അത് കളയുമായിരുന്നു. പ്രവീണിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. വിഷ്ണുജയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് കൈമാറി. ഇതിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകളും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് അന്വേഷണം. ഇതിനുശേഷമാകും പ്രവീണിന്റെ കുടുംബാംഗങ്ങളെ കേസിൽ പ്രതി ചേർക്കുന്നത് തീരുമാനിക്കുക. 24 മലപ്പുറം. യൂട്യൂബിലെ റീന സതീശൻ്റെ സന്ദേശം. SKN ശംഖുമോൻ ചരിത്രത്തിൽ ഇടം നേടും. എനിക്കത് തോന്നി കേട്ടോ. ഒരു സമരവും ചെയ്യാതെ അംഗനവാടി കുട്ടികളുടെ ഇഷ്ടഭക്ഷണം നേടിയെടുത്തില്ലേ, മന്ത്രി ഉറപ്പ് കൊടുത്തില്ലേ? അങ്ങനെ നമ്മുടെ ശംഖുമോൻ ചരിത്രത്തിലേക്ക് കയറുകയാണ് കുഞ്ഞിക്കാല് വെച്ച്. ഭീഷണിപ്പെടുത്തി എന്ന യുവതിയുടെ പരാതിയിൽ കോൺഗ്രസ് കാക്കനാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അലി ഷാനയ്ക്കെതിരെ പോലീസ് ഇന്ന് കേസെടുത്തു. മട്ടാഞ്ചേരി പോലീസാണ് കേസെടുത്തത്. നേരത്തെ നൽകിയ പരാതിയിൽ ഇൻഫോ പാർക്ക് സിയെ അപമാനിക്കുന്നുവെന്നും പരാതിക്കാരി പരാതി പറഞ്ഞു. ഇപ്പം എൻ്റെ പ്രധാന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൊച്ചിനെയും എന്നെയും കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഞാനത് സ്റ്റേഷനിൽ പോയി പറഞ്ഞിട്ടും എനിക്ക് അവിടുത്തെ CSR ഒരു ഇതെടുക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ എന്താണ് കാരണമെന്നോ അന്വേഷിക്കാൻ നിന്നിട്ടില്ല. ഞാൻ അവിടെ പോയിട്ട് എൻ്റെ കേസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പം അവർ പറയുന്നത് എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് അലി എൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ കുറച്ച് പൈസ ഇട്ട് തന്നിട്ടുണ്ട്. ആ കാര്യം വെച്ചിട്ട് എന്നൊരു ഹണി ട്രാപ്പ് തട്ടിപ്പുകാരി എന്നുള്ളൊരു കാരണമാണ് ഇവരിപ്പോൾ പത്രക്കാരായിക്കോട്ടെ ആരായിക്കോട്ടെ ഈ കേസിൻ്റെ ജെന്യൂനാലിറ്റി ചോദിക്കുമ്പം പറഞ്ഞു കൊടുക്കുന്നത്. ഇത് തന്നെയാണ് ഞാൻ പത്രക്കാരെ എന്നെ വിളിച്ചിട്ട് പറയുന്നതും ഇങ്ങനെ തന്നെയാണ്. CAൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയാണ് ഒരു ഇൻഫർമേഷൻ അവിടെ നിന്ന് പോകുന്നത് എന്നാണ് പറയുന്നത്. എൻ്റെ അടുത്ത് ഇതിനുള്ള മൊഴി എടുക്കാനോ ഇതിൻ്റെ ഹണി ട്രാപ്പ് എന്നും പറഞ്ഞിട്ടുള്ളതിന് വെച്ച് എൻ്റെ അടുത്ത് തെളിവ് ചോദിക്കാനോ ഇതിലെന്താ ഉണ്ടായ സാഹചര്യം എന്ന് ചോദിക്കാനോ ഇവർ നിന്നിട്ടില്ല. കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ തത്സമയം ചേരുന്നു. ശ്യാം, അവർ സാക്ഷ്യപ്പെടുത്തുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്? SKN നേരത്തെ തന്നെ ഈ പരാതിക്കാരി ആദ്യഘട്ടത്തിൽ പരാതിയുമായി രംഗത്ത് പോലീസിനെതിരെ വന്നപ്പോൾ അന്ന് നമ്മൾ ആ വാർത്ത സംപ്രേഷണം ചെയ്തതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ആ പരാതി നിലനിൽക്കുമ്പോഴും അവർക്കും അവരുടെ 1 വയസ്സ് പ്രായമുള്ള കുട്ടിയെ കൊലപ്പെടുത്തുമെന്ന് പറയുമ്പോൾ അതിൽ പോലീസ് ഇടപെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. അതിൽ ആരോപണ വിധേയൻ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ കാക്കനാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അലി ഷാന എന്നുള്ളയാളാണ്. അയാൾക്കൊപ്പം ഈ ഇൻഫോ പാർക്ക് പോലീസ് നിൽക്കുന്നു എന്നുള്ളതാണ് പരാതിക്കാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. പോലീസിൽ പരാതി നൽകിയ ശേഷം 13 കിലോമീറ്റർ ഈ യുവതിയെ പിന്തുടർന്ന് അപായപ്പെടുത്താൻ ശ്രമിച്ചു. ഒടുവിൽ അവർ അഭയം പ്രാപിച്ചത് മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിലാണ്. അതിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അലീഷാനയെ പ്രതിയാക്കി മട്ടാഞ്ചേരി പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നെന്മാറയിൽ സമാനമായി പോലീസ് വീഴ്ച വരുത്തിയ ഒരു സംഭവത്തിലാണ് 2 ജീവനുകൾ നഷ്ടപ്പെട്ടത്. സമാനമായി പോലീസ് ഇവിടെ പ്രതിക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ളതാണ് പരാതിക്കാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. 1 വയസ്സ് പ്രായമുള്ള കുട്ടിയെ പോലും കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. പക്ഷേ ഇൻഫോ പാർക്ക് പോലീസ് അതിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. രണ്ടാമത്തെ പരാതി മട്ടാഞ്ചേരി സ്റ്റേഷനിൽ വന്നപ്പോൾ ഇപ്പോൾ FIR എടുത്തിരിക്കുന്നു. ഒരു പൊതുപ്രവർത്തകനാണ്, ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. അയാൾക്കെതിരായിട്ടാണ് ഇപ്പോൾ പരാതി. DCCക്ക് പോലും ആ പരാതി നൽകിയിട്ടുണ്ട് എന്നും പരാതിക്കാരി പറയുന്നുണ്ട്. ഏതായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നീതി ലഭിച്ചില്ലെങ്കിൽ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുമെന്നുള്ളതാണ് ആ യുവതിയുടെ പ്രധാനപ്പെട്ട ആരോപണം. SKN. താങ്ക് യു ശ്യാംകുമാർ. നമ്മുടെ CPM-കാരുടെ പ്രതിഷേധം കോഴിക്കോട് കണ്ടപ്പോൾ സെയ്തലവി പറയുകയാണ്, ഇത് CPM-ന് പുത്തരിയല്ല, ഈ മറ്റേതെങ്കിലും പാർട്ടിയാണെങ്കിൽ എന്തായിരിക്കും പുകില് എന്നാണ് ചോദിച്ചത്.
മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം കുന്നത്തുകാലിലെ വയോധികയുടെ ദുരൂഹ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. ഫോറൻസിക് പരിശോധനാ ഫലം വന്നാലേ മരണകാരണം എന്തെന്ന് വ്യക്തമാക്കാൻ കഴിയൂ. സെലീനാമ്മയുടെ ആഭരണങ്ങൾ മോഷണം പോയതിൽ പോലീസ് അന്വേഷണം തുടങ്ങിയെന്നും അറിയുന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി സലീം മാലിക് വീണ്ടും ചേരുന്നു. സലീം, പറയൂ. SKN തിരുവനന്തപുരം കുന്നത്തുകാലിലെ 75-കാരി സലീനാമ്മയുടെ മരണത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിൽ അതിലൊരു ദുരൂഹത കാണുന്നില്ല എന്നുള്ളതാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എല്ലുകൾക്കുൾപ്പെടെ പൊട്ടലുകളില്ല, മാത്രമല്ല മൃതദേഹം അഴുകിയ നിലയിലാണുള്ളത്. ഏതെങ്കിലും തരത്തിൽ ഈ മരണകാരണം കൃത്യമായി വ്യക്തമാകണമെങ്കിൽ ഫോറൻസിക് റിപ്പോർട്ട് വന്നേ പറ്റൂ. പക്ഷേ അപ്പോഴും ഒരു പ്രാഥമിക നോട്ടത്തിൽ മരണത്തിൽ ദുരൂഹത ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇത് വലിയ വാർത്തയാവാൻ കാരണം ഈ സ്വാഭാവിക മരണമെന്ന് കരുതുകയും അതിനുശേഷം മൃതദേഹം സംസ്കരിക്കുകയും ചെയ്ത പിന്നാലെ ഈ സെലീനാമ്മയുടെ കഴുത്തിൽ കിടന്ന സ്വർണം ഉൾപ്പെടെ മുക്കുപണ്ടമാണ് എന്ന് പിന്നീടായിരുന്നു തിരിച്ചറിഞ്ഞത്. ഈ കഴുത്തിൽ കിടന്ന സ്വർണം മകന് ആ സമയത്ത് ഊരി നൽകിയിരുന്നു. അതിനുശേഷം പിന്നീട് ഈ സ്വർണം പണയം വെക്കാനായി പോയപ്പോൾ ഈ സ്വർണം മുക്കുപണ്ടമാണെന്ന് തിരിച്ചറിയുകയായിരുന്നു. അങ്ങനെയാണ് ഇത് മോഷണ ശ്രമത്തിനിടെ ഉണ്ടായ കൊലപാതകമാണോ എന്ന സംശയം ഉയരുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തഹസീൽദാർ ഉത്തരവിട്ടാണ് ഈ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്താൻ തീരുമാനിച്ചത്. അങ്ങനെ 17 ദിവസത്തിന് ശേഷമാണ് ഇന്ന് മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തിയ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ സ്വർണം മോഷണം പോയി എന്നുള്ള വിലയിരുത്തലിലാണ് പോലീസ്. അതിന് ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞു. അയൽവാസികളെ ഉൾപ്പെടെ ചോദ്യം ചെയ്യും. 5 പവൻ സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സെലീനാമ്മയുടെ കഴുത്തിൽ കിടന്നത് ഉൾപ്പെടെയുള്ള സ്വർണവും ഒപ്പം അലമാരിയിൽ ഇരുന്നതുമായ 5 പവൻ സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നിലവിൽ സംശയമുള്ളത്. ആ വിഷയത്തിൽ പോലീസ് അയൽവാസികളെ ഉൾപ്പെടെ ചോദ്യം ചെയ്ത് കേസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. SKN. ഓക്കെ, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ജോമോൻ പറയുന്നു SKN ഒരു ഓക്കെ മാനാണ്. ഈ ഓക്കെ മാൻ നമ്മൾ നേരത്തെ തന്നെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞാൽ അവർക്കൊരു സിഗ്നലാണ്. ഏതാണ്ട് മതിയായി. ആദ്യത്തെ ഒക്കെ, രണ്ടാമത്തെ ഒക്കെ, മൂന്നാമത്തെ ഒക്കെ നമ്മൾ ഇടപെടും. മുട കാണിച്ചാൽ ഇടപെടുമെന്ന് നമുക്ക് പറഞ്ഞില്ലേ, അത് തന്നെ. മിനി ബാബു പറയുന്നു ജയിൽ ക്രിമിനലുകൾക്ക് നല്ല ഭക്ഷണം, അംഗനവാടി കുട്ടികൾക്ക് ഉപ്പുമാവ്. എന്താ ചെയ്യുക? പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. മിനി ബാബു SKN കൊല്ലത്തെ അരുൺരാജ് ആ അംഗനവാടിയിലെ കുട്ടികൾക്ക് ബിരിയാണി വാങ്ങാനുള്ള പൈസ കൊടുത്തു. ഇപ്പം അരുൺരാജ് ലൈവായിട്ട് വരും, അപ്പം നമുക്ക് ചോദിക്കാം. അബൂബക്കർ KK ചോദിക്കും, നാളെ KSRTC മിക്കവാറും ഉണ്ടാവും. തൊഴിലാളികൾക്ക് ആര് സമരം ചെയ്താലും CATU അത് പൊളിക്കും. ഒരിക്കലും ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്ത ഒറ്റുകാരാണ് അവർ. ഇത് ഇനി നേരിൽ കാണാം. എൻ്റെ അബൂബക്കറെ, ഈ ഇങ്ങനെയുള്ള സമരങ്ങളോടൊന്നും ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു താല്പര്യമില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ സമരകലാപരിപാടിയായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ശമ്പളം കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഇതിന് പുറത്ത് ഒരു ശമ്പളവും ഇല്ലാതെ നട്ടം തിരിയുന്ന കുറേ ആളുകളുണ്ട് എന്ന കാര്യം മറന്നു പോകരുത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ഇപ്പോൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. പാലാ മേവടയിൽ ഒരു പ്രൈവറ്റ് പുരയിടത്തിൽ ഒരു അസ്ഥികൂടം കണ്ടെത്തി. മീനച്ചിൽ നിന്നും കാണാതായ 84-കാരൻ്റേതാണോ ഈ ബോഡി എന്ന സംശയം. ഈ അസ്ഥികൂടം പാലാ പോലീസ് നടപടികൾ സ്വീകരിക്കുന്നു. ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ച ശേഷം മാത്രമേ ഇത് സ്ഥിരീകരിക്കാൻ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത്. നമ്മുടെ അങ്കണവാടിയിൽ ബിരിയാണിയും പൊരിച്ച കോഴിയും വേണമെന്ന ശംഖുവിൻ്റെ ആവശ്യം ഒടുവിൽ നമ്മുടെ മന്ത്രി വീണ ജോർജ് കേട്ടു. അങ്കണവാടിയിലെ ഭക്ഷണ മെനു പരിഷ്കരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് ഉറപ്പും കൊടുത്തു. മന്ത്രിക്കും 24-നും ശംഖു എന്ന 3 വയസ്സുകാരൻ നന്ദിയും പറഞ്ഞു. 24-ലൂടെയാണ് ശംഖുവിൻ്റെ ഈ കുഞ്ഞു വാക്കുകൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എവിടെ? അംഗനവാടിയിൽ എന്തോ വേണ്ടേ? ഉപ്പുമാവ് മാറ്റിട്ട് പറയാം കേട്ടോ. നമുക്ക് പരാതി അറിയിക്കാം കേട്ടോ. കുഞ്ഞുങ്ങളെന്നും നമുക്കൊരു കൗതുകമാണ്. അത്തരം കൗതുകമുള്ള കാഴ്ചകൾ എപ്പോഴും നമ്മൾ കാണാറുണ്ട്. അത്തരം ഒരു കാഴ്ചയാണ് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞ്, ഒരു അംഗനവാടിയിൽ പഠിക്കുന്ന കുഞ്ഞാണ്. എന്തിനാണ് ടീച്ചർ ഞങ്ങൾക്ക് ഉപ്പുമാവ് മാത്രം തരുന്നത്, ഞങ്ങൾക്ക് ബിരിയാണി കൂടെ വേണമെന്ന് ആവശ്യപ്പെടുന്ന ആ റീൽ അത് കാണാതിരിക്കുന്നവർ ചുരുക്കമാണ്. ഒടുവിൽ ശംഖുവിന്റെ ഈ കുഞ്ഞാഗ്രഹം 24-ലൂടെ മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ശംഖുവിന്റെ ആവശ്യം പരിഗണിച്ച അംഗനവാടിയിലെ ഭക്ഷണ മെനു പരിഷ്കരിക്കുമെന്ന മന്ത്രിയുടെ ഉറപ്പ്. ദേവികുളം ഗ്രാമപഞ്ചായത്തിലെ 1-ാം നമ്പർ അങ്കണവാടിയിൽ ശംഖു എന്ന ഓമന പേരിൽ വിളിക്കുന്ന തൃജൽ എസ് സുന്ദർ, അവന്റെ ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ളൊരു ആവശ്യം, വളരെ മനോഹരവും വളരെ നിഷ്കളങ്കവുമായിട്ടുള്ളൊരു ആവശ്യമാണ്. ആ കുഞ്ഞ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവൻ അങ്കണവാടിയിൽ ഉപ്പുമാവിന് പകരം ബിരിയാണിയും പൊരിച്ച കോഴിയും വേണം എന്നുള്ളതാണ്.
തീർച്ചയായിട്ടും ശംഖുവിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നമുക്കിതൊന്ന് പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ശംഖു മോൻ ഉൾപ്പെടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളോടും പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ശംഖുവിനെയും അമ്മയെയും അംഗനവാടി ജീവനക്കാരെയും മന്ത്രി പ്രശംസിച്ചു. മന്ത്രി വീണ ജോർജിന്റെ ഉറപ്പിന് പിന്നാലെ സന്തോഷം പങ്കിട്ട ശംഖു വീണ്ടും 24 ക്യാമറയ്ക്ക് മുന്നിലെത്തി. ശംഖുവിന്റെ ആ നിഷ്കളങ്കമായ ആവശ്യം 24 മാത്രം കണ്ടത് 10 ലക്ഷത്തിലധികം ആളുകളാണ്. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ 1-ാം നമ്പർ അംഗനവാടിയിലെ താരമാണ് ഇന്ന് ശംഖുവെന്ന ത്രിജൽ എസ് സുന്ദർ. അരുൺ രാജ്, 24 കൊല്ലം. ലിജി ജോർജ് മെസ്കെ ഒരു കാര്യം ചോദിച്ചോളൂ ലിജി ജോർജ്, താങ്കൾക്കെതിരെ വരുന്ന വിമർശനങ്ങളെ എങ്ങനെയാണ് താങ്കൾ സമചിത്തതയോടെ കൈകാര്യം ചെയ്യുന്നത്? ലിജി ജോർജ്, എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, ചില ആളുകൾ നമ്മളെ ഇങ്ങനെ വിമർശിച്ച് കൊല്ലാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടാവും. അവർ ഒരു സാധാരണക്കാരാണെങ്കിൽ അവർ വിട്ടുകളയുക. അതേസമയം ബുദ്ധിജീവികളും വിവരമുള്ളവരുമായിട്ടോ ചില ആളുകൾ ചില പാർട്ടി ഓഫീസിൽ ഇരുന്ന് ചില കൈക്കറികളും ചില വേലകളും കാണിക്കുന്നുണ്ട്. അവരെയൊക്കെ നമുക്ക് പേരുവിവരം വേണമെങ്കിൽ വിളിച്ചു പറയാവുന്നേ ഉള്ളൂ. കോടതിയിൽ കേസ് വന്നാൽ പോലും തെളിയിക്കാൻ പറ്റിയ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അവർക്കെതിരായിട്ട് ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അവരെ അന്വേഷിച്ചിട്ട് ഇന്ന് നാളെ പോലീസൊക്കെ എത്തിക്കോളും. അവർക്ക് മനസ്സിലായിട്ടുണ്ട് കേസ് കൊടുത്തിട്ടുണ്ടെന്ന്. മാത്രമല്ല അതെന്താണെന്നറിയാമോ, എനിക്ക് വേണ്ടി ചെയ്യുന്ന കേസല്ല ഇത്. ഇതേ അസുഖം ഇവർ നാളെ മറ്റുള്ളവരോടും കാണിക്കും. അപ്പോൾ അവർക്ക് കോടതിയിലൊക്കെ പോകാൻ ഒത്തിരി പൈസ ലാവില്ല. ആ പൈസ നമ്മളങ്ങ് ചിലവാക്കാമെന്ന് വിചാരിച്ചാൽ എന്തായാലും നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരെ വെറുതെ വിടില്ല. സമചിത്തത ഒരു ഭാഗത്ത് കിടക്കും. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന കൺവെൻഷൻ ഈ മാസം 5-6 തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനവും ബിസിനസ് ചർച്ചകളും കൺവെൻഷൻ്റെ ഭാഗമായി നടക്കും. നിയമസഭാ സ്പീക്കർ AN ഷംസീർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ കേബിൾ TV സേവനരംഗത്ത് 35 വർഷം പിന്നിടുകയാണ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന കൺവെൻഷന് ഇത്തവണ തിരുവനന്തപുരമാണ് വേദിയാവുക. നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകാവുന്ന രീതിയിലാണ് കേരളത്തിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കീഴിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 2 ദിവസവും അടുത്ത വരും കാലഘട്ടങ്ങളിൽ ഈ ഇൻഡസ്ട്രിയിൽ വരുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചും അവിടെ ഏത് തരത്തിലുള്ള സമീപനമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ചും ഒക്കെയുള്ള വിശദമായ ചർച്ചകളാണ് കൺവെൻഷൻ നടക്കുക. ഈ മാസം 5-6 തീയതികളിലായി വഴുതക്കാട് മൗണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്ന പരിപാടി നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ ആന്റണി രാജു MLA അധ്യക്ഷനാകും. തുടർന്ന് 6-ാം തീയതി കേരള വിഷന്റെ പുതിയ കസ്റ്റമർ പ്ലാൻ KV കണക്റ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിക്കും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് 12 ലക്ഷം വരിക്കാരുമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ 6ാമത്തെ സർവീസ് പ്രൊവൈഡറായി തുടരുന്നു. കൂടാതെ കേരളത്തിന്റെ ഭാവി പ്രതീക്ഷയായ ടൂറിസം രംഗത്തേക്ക് കൂടി കടന്നുവരാൻ തയ്യാറെടുക്കുകയാണ് കേരള വിഷൻ. കൺവെൻഷന്റെ ഭാഗമായി ബിസിനസ് ചർച്ചകളും ഉണ്ടാകും. 24 തിരുവനന്തപുരം. യെസ്, വീണ്ടും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പ്രൈം ടൈം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഷറഫുദ്ദീൻ ഒരു യൂട്യൂബ് സന്ദേശം അയച്ചിരുന്നു. ഞങ്ങളുടെ അങ്കണവാടിയിൽ ഭക്ഷണം മാത്രമല്ല ഇടയ്ക്ക് സംഘടനകൾ നൽകുന്ന പായസ വിതരണമുണ്ട്. നല്ല കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല പായസമൊക്കെ കൊടുത്ത് അവർ നല്ല പൗരന്മാരായി വളർത്തിയെടുക്കുക. ഇനി വാൽകഷ്ണം. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചു എന്ന് വ്യാപക പരാതി ഉയർന്നു. കേരളത്തിന് ഫണ്ട് അനുവദിക്കണമെങ്കിൽ പല മേഖലകളിലും കേരളം പിറകിലാണെന്ന് പ്രഖ്യാപിക്കട്ടെ എന്ന വിവാദ പ്രസ്താവനയുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രംഗത്ത് വന്നു. കേന്ദ്രവിഹിതം ലഭിക്കണമെങ്കിൽ സംസ്ഥാനം പടുത്തുയർത്തിയ നേട്ടങ്ങളെല്ലാം തച്ചുടയ്ക്കണോ? കാണാം അഫ്സലിന്റെ വാൽകഷ്ണം. 25,000 രൂപയുടെ ചക്ക അയക്കുന്നുണ്ട്. അതിൽ 10,000 രൂപ വല്യപ്പക്കും 10,000 രൂപ വലിയ അമ്മോനും 1000 ചെറിയ അമ്മോനും കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തെഴുതാനാണ് ആഗ്രഹം. ഇവിടെ ആരും ഒന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല. ഇതേപോലെ കേരളത്തിനുള്ള ഫണ്ട് തരണം എന്നുണ്ട്. പക്ഷേ ഒരു പക്ഷേ ഉണ്ട്, കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ, അപ്പൊ കിട്ടും. ഇത്രയും കാലം നുള്ളിപ്പെറുക്കി കെട്ടിപ്പടുത്തുണ്ടാക്കിയതൊക്കെ മറന്ന് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് കാല് പിടിക്കണം അല്ലേ? ഞങ്ങൾക്ക് റോഡില്ല, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ അതെന്റെ പണമാ, അതെന്റെ ആവശ്യങ്ങൾക്കാ കൊടുക്കാന്ന് പറഞ്ഞതേ എന്റെ സൗജന്യാണ്, അല്ലെങ്കിൽ ദയ. നീ എന്നിട്ട് കുരങ്ങൾപ്പിക്കാണല്ലേ? പണം എന്റെ അല്ല, പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു നോക്കി, ശോഭ സമ്മതിക്കണില്ല. ഏട്ടനും ഏടത്തി അമ്മ എല്ലാവരും കൂടെ ശോഭയോടൊന്ന് പറഞ്ഞു നോക്ക്. എന്നുവെച്ചാ എല്ലാരും കൂടെ ചേർന്ന് അവളുടെ കാല് പിടിക്കുക അല്ലേ? പക്ഷെ നമ്മൾ മാത്രം കണ്ണടച്ചാല് നമുക്ക് മാത്രല്ലേ ഇരുട്ടാവുള്ളൂ, രാത്രി ആകൂലല്ലോ. കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കമാണ്, സാമൂഹ്യപരമായിട്ട് പിന്നോക്കമാണ്, ഇൻഫ്രാസ്ട്രക്ചർ രീതിയിൽ ഞങ്ങൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മീഷൻ പരിശോധിക്കും.
കമ്മീഷൻ പരിശോധിച്ചിട്ട് ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുക്കും. അങ്ങനെയാണ് തീരുമാനിക്കല്ല, ഗവൺമെന്റ് അല്ലല്ലോ. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് സാറേ. ഇവിടുത്തെ വിദ്യാഭ്യാസ രീതികൾ പഠിക്കാൻ വേണ്ടി പുറം രാജ്യത്തു നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇങ്ങനെ പച്ച നുണ എങ്ങനെ നമ്മൾ പറയാം? ജോർജ് കുര്യൻ്റെ സ്റ്റേറ്റ്മെന്റ് ആ രീതിയിൽ കണ്ടാൽ മതി. നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് പറയാറില്ലേ? അതിന് മുതലാളിമാർ ചോദിക്കും, ഞങ്ങൾ മുതലാളിമാരായതുകൊണ്ടാണ് ഞങ്ങൾക്ക് കുഴപ്പം എന്ന് ചോദിച്ചാൽ പാവപ്പെട്ടവരെന്ത് ചെയ്യും? അവർക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഞങ്ങൾക്കും വേണം എന്ന് പാവപ്പെട്ടവർ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്തെങ്കിലും മനസ്സിലായോ? കേരളത്തിനെതിരായിട്ടുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുക, എന്നിട്ട് കേരളം എന്തെങ്കിലും ആനുകൂല്യം കിട്ടണമെങ്കിൽ കേരളം ദരിദ്രമാവണം, അങ്ങനെ ദരിദ്രമാവട്ടെ എന്ന കേരള വിരുദ്ധ സമീപനം സ്വീകരിക്കുക. നയാ പൈസ തന്നില്ലാന്ന് മാത്രമല്ല, എന്തെങ്കിലും ഇനി തരണമെങ്കിൽ പാപ്പരായിന്ന് നോട്ടീസ് അടിക്കണത്രേ. കേന്ദ്രമന്ത്രിയുടെ പരാമർശം കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കേരള മോഡൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇതിൽ നിന്നൊക്കെ കേരളം പിറകോട്ട് പോകണം എന്ന് പറയുന്നതിന് തുല്യമാണ്. കേരളം കൂടുതൽ പ്രയാസത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നതിന് തുല്യമാണ്. പക്ഷെ ബജറ്റിൽ പ്രഖ്യാപിക്കാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ സ്വപ്നത്തിൽ കിട്ടിയ കുറച്ച് ആൾക്കാരുണ്ട്. കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആ സർക്കാർ അവതരിപ്പിച്ച ബജറ്റുകളിൽ ഏറ്റവും മികച്ച ബജറ്റുകളിൽ ഒന്നാണ് 2025 ഇന്ന് അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ്. സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും സ്ത്രീകൾക്കും കർഷകർക്കും യുവാക്കൾക്ക് പ്രത്യേകിച്ചും ഇത്രയും അധികം ആനുകൂല്യങ്ങൾ ലഭിച്ച മറ്റൊരു ബജറ്റും നാം കണ്ടിട്ടില്ല. മത്സ്യബന്ധന മേഖലയിൽ തീരദേശവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ മേഖലയിൽ ഉണ്ടാകുന്ന പുതിയ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ ഏറ്റവും വലിയ പ്രയോജനം കിട്ടാൻ പോകുന്നത് കേരളത്തിനായിരിക്കും. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. അത് യാഥാർത്ഥ്യമാവണമെങ്കിൽ ഇന്ത്യയായിട്ട് കാണണം, ഒന്നായി കാണണം. അത് കാണാൻ നരേന്ദ്രമോദിക്കും കഴിയുന്നില്ല, നിർമ്മല സീതാരാമനും കഴിയുന്നില്ല. സംസ്ഥാനങ്ങൾക്ക് ആവശ്യമുള്ള ഫണ്ട് അനുവദിക്കണമെങ്കിൽ പാപ്പരായി എന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് പറയുന്ന കേന്ദ്രമന്ത്രിമാരുണ്ടെങ്കിൽ സംസ്ഥാനങ്ങളെ പാപ്പരാക്കാനുള്ള പദ്ധതി പ്രഖ്യാപിക്കോ ഇല്ലേന്നൊക്കെ കാത്തിരുന്ന് കാണാം. വാൽകൃഷ്ണത്തിൻ്റെ ഈ എപ്പിസോഡോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു.